2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഫുട്ബോൾ മത്സരങ്ങളുടെ ആദ്യ സെമി ഫൈനൽ മത്സരം മൊറോക്കോയും സ്പെയിനും തമ്മിൽ സ്റ്റേഡിയ ഡി മാഴ്സലയിൽ നടക്കുമ്പോൾ ആയിരക്കണക്കിന് കാണികൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എത്തുന്ന കാണികളിൽ ഭൂരിപക്ഷവും മൊറോക്കോയുടെ ആരാധകരാണ്. മൊറോക്കോയുടെ പതാകകൾ വഹിച്ചുകൊണ്ട് ആവേശത്തോടുകൂടി ഓടിയും ചാടിയും തുള്ളിയും അവർ ഗ്രൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ തോളിലേറ്റി നൃത്തം ചവിട്ടിയും മൊറോക്കോയുടെ ഫ്ലാഗുകൾ വീശിയും അവർ കാണിക്കുന്ന ആവേശം തെല്ലൊന്നുമല്ല. ഈ ആവേശത്തിൽ മത്സരം കാണുവാനായിട്ട് അവർ സ്റ്റേഡിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവർ സ്റ്റേഡിയത്തിന് മുന്നിൽ ഒത്തുകൂടി നൃത്തം ചവിട്ടുന്ന ആഹ്ലാദഭരിതരായ ആവേശത്തോടെ മുറവിളി കൂട്ടുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മത്സരത്തിന് ശേഷം ആവേശകരമായ പോരാട്ടത്തിൽ സ്പെയിൻ മൊറോക്കോയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. തങ്ങളുടെ ടീം പരാജയപ്പെട്ടെങ്കിലും ആ ടീമിനോടുള്ള ആവേശം അവരൊട്ടും മറച്ചു വയ്ക്കുന്നില്ല. സ്റ്റേഡിയത്തിന് പുറത്തേക്ക് വന്ന കാണികൾ വീണ്ടും പഴയ സ്ഥാനത്ത് തന്നെ ഒത്തുകൂടി വീണ്ടും തങ്ങളുടെ രാജ്യത്തിനും തങ്ങളുടെ കളിക്കാർക്കും ആവേശത്തോടുകൂടി ജയഭേരി മുടക്കുന്ന അവർ പരാജയപ്പെട്ടിട്ടില്ല, കളിയിൽ നിങ്ങൾ തോറ്റുവെന്ന് വരികയിലും ഞങ്ങളുടെ മനസ്സിൽ അവർ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള വലിയ ആവേശത്തിൽ നിങ്ങൾ ഞങ്ങളുടെ ഒരു ആവേശമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി ആവേശത്തോടുകൂടി പതാകകൾ ഉയർത്തി ദേശീയഗാനം മുഴക്കിയും കളിക്കാരെ വീണ്ടും വീണ്ടും ആവേശത്തോടുകൂടി സ്മരിച്ചുകൊണ്ടും മുറവിളി കൂട്ടുന്ന ഒരു പറ്റം കാണികൾ. ഈ ആവേശം നമ്മുടെ നാട്ടിലെ കളിക്കാരുടെ ഇടയിലേക്കും കാണികളുടെ ഇടയിലേക്കും കുഞ്ഞുങ്ങളുടെ ഇടയിലേക്കും പകരുകയാണെന്ന് വരികിൽ തീർച്ചയായിട്ടും കേരളവും ഇന്ത്യയും ഫുട്ബോളിൽ അതിവേഗം മുന്നേറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്റ്റേഡിയ ഡി മാഴ്സലയിൽ നിന്നും ഡോക്ടർ റെജിനോൾഡ് വർഗീസ്.